ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേശ്ശെ ഇങ്ങനെ വർത്താനം പറയാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എല്ലാം മാറിയിട്ടില്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിക്ക് ആയിട്ടുണ്ട്. അതാ ഞാൻ അപ്പോൾ എല്ലാവരും ചോറ് വയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് രാത്രിക്കത്തെ നോമ്പറക്കലും എല്ലാതും കഴിഞ്ഞിട്ട് നമ്മൾ കിടന്നിക്കണം കേട്ടോ. പിന്നെ അത് അത്താഴത്തിന് വേണ്ടിയിട്ട് ഉപ്പേരി ഉണ്ടാക്കി വെക്കുകയാണ്. ബീട്രൂട്ടാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പം ആദ്യം വേഗം ഉണ്ടാക്കി വെച്ചാൽ പിന്നെ ഒരു ചമ്മന്തിയും പിന്നെ മാങ്ങച്ചാറും ഉണ്ടായിരുന്നു. അത് കൂട്ടിയിട്ട് അത്താഴത്തിന് ചോറ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ. മോള് ഉണ്ട്, മോള് ആദ്യമായിട്ട് നോമ്പ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായിട്ട് എന്നോട് നോമ്പ് തുടങ്ങിയപ്പോൾ തൊട്ട് എന്നോട് പറയും, ഫസ്റ്റ് നോമ്പ് തൊട്ടേ പറയും. ഞാൻ സ്കൂളിലാകുമ്പോഴൊക്കെ പേടിയാണ്, എന്തെങ്കിലും പറ്റിയാലോ തളിറ്റലോ എന്തെങ്കിലും വന്നെങ്കിലോ വെച്ചിട്ടേ ഒരു പേടി. അപ്പോൾ സ്കൂളില്ലാത്തപ്പോൾ നോക്കിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓളി വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് നോമ്പെടുക്കാൻ ഏതാ ഉള്ളി മുളകൊക്കെ ഇട്ട ചമ്മന്തി അമ്മ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വാതിലൊക്കെ അടച്ചിട്ട് പോയി കിടന്ന് ഉപ്പേരി ഓഫാക്കിയിട്ടില്ല. അതിങ്ങനെ കുറച്ച് വെച്ചിട്ട് അതിങ്ങനെ ആവിയിൽ കിടന്ന് വെന്തോട്ടെ വെച്ച് ഞാൻ റൂമിലേക്ക് പോയിട്ടോ. അങ്ങനെ ഉപ്പേരൊക്കെ വെന്തി ഓഫാക്കി. പിന്നെ ഞങ്ങൾ നീച്ചത് ഒരു 3:30 മണിക്കാണ് കേട്ടോ. 3:30 മണിക്ക് അലാറം വെച്ച് നീച്ചിട്ട് എൻ്റെ മോളെ പോയി വിളിക്കുകയാണ്. ഓൾ ഒരു വിളി വിളിച്ചപ്പോൾ തന്നെ ഓൾ നീച്ചിട്ടോ. നല്ല കുട്ടിയായിട്ട് ഓൾ നീച്ച് വന്ന് പിന്നെ ഞാൻ പാത്രവും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ അതാ കുട്ടികളൊപ്പയുണ്ട്, ഉമ്മയുണ്ട്, പിന്നെ അതാ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ചോറ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചമ്മന്തിയിൽ തുള്ളി വെളിച്ചെണ്ണ അപ്പം ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ട് മിക്സാക്കി വെക്കുകയാണ്. ഞാൻ ഓള് മോറൊക്കെ കഴുകി വന്ന് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. പിന്നെ കട്ടൻ ചായ എന്തായാലും കുടിക്കണം കേട്ടോ. കട്ടൻ ചായ എനിക്ക് തലവേദന മാറില്ല. അത് മരുന്നൊക്കെ ഉണ്ടാക്കിയ ചായ ഉണ്ടായിരുന്നു, അപ്പോൾ അത് ചൂടാക്കുകയാണ് കേട്ടോ. പിന്നെ അതും എന്തെങ്കിലും റസ്കോ ആവില്ല എന്തായാലും ഞാനും അങ്ങനെ കുടിക്കും കേട്ടോ. പിന്നെ അപ്പോൾ അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എന്തായാലും ചോറന്നെ ഞങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ ചായക്കാർ ഉണ്ടാക്കി കൊടുത്ത് അപ്പോൾ ഞാൻ ചോറിനായിരിക്കുമ്പോഴത്തേനും മോള് കിടി പറയുന്നുണ്ട് കേട്ടോ. ഭയങ്കര നല്ല അങ്ങനെ itu sama adin an adahi ketika നാളത്തെ നോയിന് ഞാൻ അല്ലാഹു തആലക്ക് വേണ്ടി മാറ്റി കിട്ടുവാൻ കരുതുന്നു. ഞങ്ങൾ നീച്ച് ഓൾ വാങ്ങി കൊടുക്കണവരവിടെ എന്തൊക്കെ തിന്നാനുള്ള ചാക്ക എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ എടുത്ത് തിന്നണം കേട്ടോ. അപ്പോൾ ഈത്തപ്പഴമൊക്കെ നടന്ന് തിന്നണുണ്ട്. അപ്പോൾ ചായ തിരിഞ്ഞില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ചായ വെക്കുന്നു. മക്കളെ അടുത്ത അവരൊക്കെ കിടന്നിക്കണം. ചെറിയ മോൾ നീച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഉറങ്ങിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും റൂമിൽ കിടക്കുകയാണ്. പിന്നെ ഞങ്ങൾ നിസ്കരിക്കാനും ഓതാനൊക്കെ വേണ്ടിയിട്ട് നിന്നു കേട്ടോ.
ഉമ്മയും ഞാനും സനമോള് കിടന്നിട്ടുണ്ടായിരുന്നു.